ഹായ് മൈസെൽഫ് ഐഷത് ശർമ്മ. ഞാൻ ഇലാൻസിൻ്റെ പ്ലേസ്മെൻറ്റ് ഡ്രൈവിലൂടെ ഇപ്പോൾ EYയിൽ പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസും EYയിൽ എങ്ങനെയാണ് ഞാൻ പ്ലേസ്ഡ് ആയത്, അതിൻ്റെ ജേർണിയും എല്ലാം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങാം. ഹായ് ഷഹുമ. ഹലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന ACCA CMA ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഫോർ എന്ന് പറയുന്നത് അവരുടെ ഒരു ഡ്രീമാണ്. അപ്പോൾ ഈ EYയിൽ സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ ആ ഒരു ഫീൽ ഒന്ന് ഞങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതേപോലെ ഷഹനാസ് പറഞ്ഞ പോലെ എനിക്കും ഭയങ്കര ഡ്രീമാണ് ബിഗ് ഫോഴ്സിൽ എങ്ങനെയായിരിക്കും പ്ലേസ്ഡ് ചെയ്താൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ എല്ലാവർക്കും. അതായത് ACCA പഠിച്ചു കഴിഞ്ഞ് ഈ ഒരു കുട്ടി ബിഗ് ഫോഴ്സിലാണ് ഇപ്പോൾ പ്ലേസ്ഡ് ചെയ്തിട്ടുള്ളത്, EY KPMG Deloitte. അപ്പോൾ ഞാനിപ്പോൾ പ്ലേസ്ഡ് ചെയ്തിട്ടുള്ളത് EYയിലാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും ഹാപ്പിയും ബിഗ് ഫോഴ്സിൽ കിട്ടിയ ഒരു ഇത്. ഫസ്റ്റ് ഇങ്ങനെ കോള് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഞാനിപ്പോ ഉറങ്ങുന്നുണ്ടായിരുന്നു. ഉറങ്ങി എനിക്ക് സമയത്ത് എന്റെ EYന്ന് വിളിക്കുന്നത്, ഇലാൻസ് ത്രൂ വിളിക്കുന്നതാണ് പ്ലേസ്മെന്റ് ഡ്രൈവെന്ന്. അപ്പോ ഞാന് വാവ് ഇന്റർവ്യൂ. അപ്പം HR കോൾ ആക്കിയത്. ഇത് HR വിളിച്ച് EYന്ന് ഡയറക്റ്റ്ലി കോൾ അവിടുന്ന് കോൾ വന്നത്. പിന്നെ എന്റെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച്, പിന്നെ മെന ടീമിലായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പം ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ബിഗ് ഫോഴ്സിന് കോൾ ചെന്നിട്ടുണ്ടായിരുന്നോ? വീട്ടിൽ ചെന്നിട്ട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും? അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ച് അതൊന്ന് കഴിഞ്ഞിട്ടൊന്ന് ഇന്റർവ്യൂ കോൾ ഒന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാന്ന് വിചാരിച്ചു. അതെ, അങ്ങനെ. അപ്പൊ അതാവുമ്പോ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ അവര് പ്ലേസ്ഡ് ആവോ കിട്ടും എന്നിട്ട്. ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തു. അതായത് ഇതെനിക്ക് കിട്ടണം, അത് ബിഗ് ഫോഴ്സിലാണല്ലോ പ്ലേസ്ഡ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര പ്രിപ്പയർ ആയി നല്ല പോലെ ഞാൻ സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. നല്ലപോലെ ഞാൻ കൊറേ ടൈം ഞാൻ അതായത് ഞാൻ തന്നെ റിഹേഴ്സൽ നടത്തി. പിന്നെ ഇവിടുന്നാണെങ്കിലും കുറെ സെഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് അതെല്ലാം ഒന്നിച്ചിട്ട് ഞാൻ ലിങ്ക് ആക്കി ഞാനെന്നെ വീട്ടിൽ നിന്ന് തന്നെ റിഹേഴ്സൽ പോലെ സിസ്റ്റേഴ്സിന്റെ അടുത്തല്ലേ ഇങ്ങനെ റിഹേഴ്സൽ പോലെ നടത്തി. നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിഹേഴ്സൽ എല്ലാം നടത്തിയിട്ട് അപ്പൊ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ, ഇതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് എന്ത് ചോദിച്ചാലും പറയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. അതെ. പിന്നെ അപ്പം അങ്ങനെ ഇന്റർവ്യൂ ഉണ്ടായി. എന്നിട്ട് സിസ്റ്റേഴ്സിനെല്ലാം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു? കൊടുത്തിട്ടുണ്ട്, ട്രീറ്റ് വെച്ചിട്ടുണ്ട്. ആണല്ലേ? ഫസ്റ്റ് ഉമ്മനോട് പറഞ്ഞ സമയത്ത് ഉമ്മന്റെ ഒക്കെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? അത് ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ആയി പറഞ്ഞു. അപ്പൊ സെലക്ട് ആയി പറഞ്ഞു. അവർക്ക് അറിയായിരുന്നു EY ഒക്കെ ഇത്ര വലിയ കമ്പനിയാണ്? അതറിയാം. ഉമ്മ ഉപ്പ എപ്പോഴും പറയും ബിഗ് ഫോഴ്സിൽ നോക്ക് പറയും. അവരുടെ ഒരു പ്രൗഡ് ഗേൾ അല്ലെങ്കിൽ എന്റെ മകൾ ഇനി EYയിലാണെന്ന് പറയുന്ന സമയത്തുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ഓക്കെ. അപ്പം ഇവിടുന്ന് ഈ പ്ലേസ്മെന്റ് ഡ്രൈവ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇവിടുന്ന് എന്തെങ്കിലും അസിസ്റ്റൻസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇവിടുന്ന് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് EY പ്ലേസ്മെന്റ് ഡ്രൈവ് വരുന്നതിന് മുൻപ് തന്നെ പിന്നെ ദുബായിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഫിലിയേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണോ അവിടെ ദുബായിൽ ജോബിന് പോയിട്ടുണ്ടായിരുന്നത്? അല്ല, അഫിലിയേറ്റ് ആനാട്ടി മുമ്പ് ജോബിന് പോയി. എന്നിട്ട് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് പേപ്പർ കംപ്ലീറ്റ് ആക്കി. ജോബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് റിസൈൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി പേപ്പേഴ്സ്. ഒരു പേപ്പർ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് ഇലാൻസിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മുന്നേ ഒരു ട്രെയിനിങ് സെഷൻസ് എല്ലാം ഉണ്ടായിന്. ആ ട്രെയിനിങ് സെഷൻസ് എല്ലാം ഞാൻ വന്ന് അറ്റൻഡ് ചെയ്ത്. പിന്നെ അതായത് നല്ലൊരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് ഉണ്ടാകുന്നത് അതിന്റെ ഒരു ഓറിയന്റേഷൻ പോലെയാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. അതൊക്കെ അറ്റൻഡ് ചെയ്ത് അത് നല്ലൊരു സെഷൻ ആയിരുന്നു. ഓക്കെ. നമ്മുടെ പിന്നെ ഡയറക്ടേഴ്സ് എല്ലാം കൂടെ ഇരുന്നിട്ട് സെഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഫസ്റ്റത്തെ ഡേയിൽ തന്നെ 2 സെഷൻ ആയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഇന്റർവ്യൂ പോലെ എടുത്ത്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കും തരും. അപ്പൊ നമുക്കറിയാം ഞങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ ആണെങ്കിൽ തീരെ പ്രിപ്പയർഡ് ആക്കാണ്ട് അങ്ങനെ പോയതാണ്. വലിയ ഇതായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഇത് സാധാരണ സെഷൻ ആയിട്ട് വിചാരിച്ചു പോയത്. അങ്ങനെ പോയത്, തീരെ പ്രിപ്പയർ ഒന്നും ആക്കിയിട്ടില്ല.
അത് കഴിഞ്ഞിട്ട് സെഷൻ അറിയും അപ്പോഴാണ് അറിയുന്നത് ഇത്രത്തോളം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സെഷന്. അപ്പൊ ഞങ്ങൾക്ക് ടെൻഷനായി, ഇങ്ങനെയായിരിക്കും ഇന്റർവ്യൂ. അത്രത്തോളം ഞങ്ങൾക്ക് നല്ലൊരു, ഇത്രത്തോളം ഇന്റർവ്യൂ ഇല്ലെങ്കിലും അവർ മാക്സിമം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് നല്ല ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതെ, ഭയങ്കര പ്രൊഫഷണൽ വേയും ഭയങ്കര നല്ലൊരു സെഷൻ ആയിരുന്നു അത്. അപ്പോ ഇന്റർവ്യൂ ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്റർവ്യൂ എടുത്ത് 2 സാറുമാരുണ്ടായി ഇവിടുത്തെ ഇലാൻസിൽ തന്നെ, അവരെടുത്ത്. എന്നിട്ട് അതില് ഇന്റർവ്യൂല് എങ്ങനെയാണ് ചോദിക്കുന്നത് എല്ലാം അങ്ങനെയായിരുന്നു. ഫുൾ എല്ലാം ഇൻഡയറക്റ്റ് വേയും ഡയറക്റ്റ് വേയും അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് തിരിച്ചിട്ടല്ല ചോദിച്ചു. സജഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ നമ്മളെ പിന്നെ നമ്മൾ എവിടേക്കാണ് ലാക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ? ലാസ്റ്റ് ഫീഡ്ബാക്ക് തരും. അതായത് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത് അതിന്റെ ഫീഡ്ബാക്ക് തരും, എത്ര ഇംപ്രൂവ് ചെയ്യാനുള്ളത് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും അതും എങ്ങനെയാണ്, ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എന്താണ് അവിടെ പറയേണ്ടത്, അതും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ലൊരു എഫക്റ്റീവ് സെഷൻ ആയിട്ടാണ് എനിക്കത് തോന്നിയത്. ഓക്കെ. പിന്നെ നമുക്ക് പിന്നെ ഓൺലൈൻ സെഷൻസും ഉണ്ടായിരുന്നില്ലേ? ഓൺലൈൻ സെഷൻസും ഇലാൻസ് ത്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ഇന്റർവ്യൂ ബേസിക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കാൻ സാധിക്കുന്നത്, പിന്നെ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ഞങ്ങള് പ്രസന്റ് ചെയ്യേണ്ടത്, ഇന്ററാക്ട് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ HR ക്വസ്റ്റ്യൻസ് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു. അതും ഉണ്ടായിരുന്നു. നല്ല ഓൺലൈൻ സെഷൻസും. പ്ലേസ്മെന്റ് ഡ്രൈവിൽ പോയ ടൈമിൽ EYയില് ഇങ്ങനെ മുന്നിൽ അവരുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു? അതായത് ഇന്റർവ്യൂല് അതായത് ഫൈനൽ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കുമല്ലോ. ഇതിപ്പോ നമുക്ക് ഇത്രയും അസിസ്റ്റൻസും കാര്യങ്ങളാണ് തന്നത്. അത് എത്രത്തോളം എഫക്റ്റീവ് ആയി നമ്മൾ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് ഇതെനിക്ക് യൂസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ ഇതെനിക്ക് ബെനിഫിഷ്യൽ ആയി എന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം എനിക്ക് ഇവിടുന്ന് ആദ്യം സെഷൻ തന്നിട്ടുണ്ട് പറഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റത്തെ സെഷൻ തന്നത്രയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ആ ഒരു ഇന്റർവ്യൂവിന്റെ സെഷൻസ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് അപ്പോഴാണ് അറിയുന്നത്. അവിടെ വന്ന ഇപ്പം അറ്റൻഡ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ ഞാൻ അറ്റൻഡ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട് തോന്നത്തില്ല. ഇതെനിക്ക് ഒരു സെഷൻ കിട്ടിയോണ്ട് അത്ര ഈസി ആയി പോയ ഇന്റർവ്യൂ. ആക്ച്വലി ആ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് നമ്മള് എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നോ, അല്ലെങ്കിൽ അറിയാം ഇതൊരു വലിയൊരു കമ്പനിയാണ്, അപ്പം ആ കമ്പനിയിൽ ഇന്റർവ്യൂ പ്രോസസ് എങ്ങനെ ആയിരിക്കും എന്നറിയാൻ സ്റ്റുഡൻസിനും ആഗ്രഹം ഉണ്ടാവും, അതെങ്ങനെയായിരുന്നു? അവര് പറഞ്ഞ എല്ലാ ബേസിക് ക്വസ്റ്റ്യൻസും, അതായത് ഇപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സ്റ്റുഡൻസിന് എല്ലാ ഇന്റർവ്യൂ കഴിഞ്ഞ സ്റ്റുഡൻസും അതിൽ എക്സ്പീരിയൻസ് പറയും, എന്തൊക്കെ ചോദിച്ച് അവർ എക്സ്പീരിയൻസ് എല്ലാം പറയും. അപ്പം അത് ഞങ്ങൾ കേട്ട്, പിന്നെ അതുകൂടാണ്ട് സെഷൻസും വെച്ച് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഒരു ഇന്ററാക്റ്റീവ് സെഷൻസ് പോലെയാണ് ഉണ്ടായിരുന്നത് ഓൺലൈനായിട്ട്, അതും വെച്ച് എന്നിട്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഈ എല്ലാ സ്റ്റുഡൻസിനും ചോദിച്ച ക്വസ്റ്റ്യൻസും ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്, ആ ഒരു സെഷനും ഞങ്ങൾ പ്രിപ്പയർഡ് ആണല്ലോ. അപ്പൊ അത് ഭയങ്കര നല്ലൊരു ഈസി ഫ്ലോ ആയിട്ട് പോയി. അതെ, ചോദിച്ചതെല്ലാം ഞങ്ങളടുത്ത് ചോദിച്ചു. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അതൊന്നും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇത് എഫക്ട് ചെയ്തിട്ടില്ല. എല്ലാം എനിക്ക് പറയാൻ പറ്റി സ്മൂത്ത് ആയിട്ട്. അവര് ചോദിക്കുന്ന സമയത്ത് നെർവസ് ആവോ അങ്ങനെയൊന്നും ഇല്ല, ഭയങ്കര കൂൾ ആയിട്ട് പോയി ഇന്റർവ്യൂ. ഇവിടുത്തെ ഫാക്കൽറ്റീസും മെന്റേഴ്സും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഇലാൻസിൽ ഞാൻ എന്നിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ കുറെ ആയില്ലേ, എന്നിട്ട് ഞാൻ റീസെന്റ് ഗ്രാജുവേഷൻ വന്നത്. ഇപ്പൊ ഞാൻ പറയാൻ വേണ്ടി വന്നെന്താന്ന് വെച്ചാൽ ഇവിടുന്ന് SBR കഴിഞ്ഞു, ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പിന്നെയും പുറത്തു പോയി ജോബ് ചെയ്ത് കഴിഞ്ഞതിന് വന്ന ശേഷമാണ് ഇവിടെ വീണ്ടും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കിട്ടുന്നത്. ഞാൻ ഇത് AAAയും AFM ആണ് ഇവിടുന്ന് എടുത്തത്, ഹബീബ് സാറും അലൻ സാറും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോബിന് കയറിയത്. അപ്പം അതായത് ത്രൂ ഔട്ട് എന്റെ ജേർണിയിൽ ഇലാൻസിന്റെ ഒരു ഹെൽപ്പും എല്ലാം സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. അതായത് പകുതിന്ന് ആ സ്റ്റുഡന്റ് പഠിച്ചു പോയില്ലേ, അങ്ങനെ ഇല്ല. അപ്പൊ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ സപ്പോർട്ട് കിട്ടിയോണ്ടാണ് ഞാൻ ഇപ്പൊ ഈ പ്ലേസ്ഡ് ആയത്. ഇവിടുത്തെ ഇലാൻസിലെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ഇലാൻസിലെ ജേർണി ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ
എനിക്ക് ഹബീബ് സാറും അലിയൻ സാറിന്റെ ക്ലാസ് ആയിരുന്നു ഞാൻ എടുത്തത്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു സെഷൻ, നല്ലൊരു ക്ലാസ്സും ഇന്ററാക്റ്റീവും. ഞങ്ങൾക്ക് എന്ത് ചെറിയ ഡൗട്ടാണെങ്കിലും വലിയ ഡൗട്ടാണെങ്കിലും എത്ര നല്ല പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. എന്താ പറയാ, പാസ് ആവുന്ന ഒരു വെയിലായിരിക്കും ക്ലാസ്. അതെ, അങ്ങനെ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുന്നത്. ഫുൾ പ്രാക്ടീസും ഫുൾ ടൈം ഇതന്നെ, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പിന്നെ കുറച്ച് ഫ്രീ ടൈം. ക്ലാസ്സിൽ അടിപൊളി, പറയാനില്ല, ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലാസ്. ഹലൻസ് ഒരു സ്മൂത്ത് ആയിട്ട് എടുക്കും. ഭയങ്കര അത്ര പ്രഷർ, ഓടിയിട്ട് ഇത്ര പ്രഷർ അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എടുക്കാണ്ട് നല്ലൊരു സ്മൂത്ത് ക്ലാസ് ആയിട്ട് നല്ല. ഒരു ബിഗ് ഫോറിലെല്ലാം ജോബ് കിട്ടുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിന് കുറെ പ്രിപ്പയർ ചെയ്യണം. ആക്ച്വലി ഇയാൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാക്ടിക്കൽ സ്കിൽസും അതുപോലെ സോഫ്റ്റ് സ്കിൽസും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി? അതായത് ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഈ എക്സാംസ് തന്നെ ഞങ്ങൾക്ക് അതേപോലെ സ്ട്രക്ചർ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അതായത് ഭയങ്കര സിനാരിയോ ബേസ്ഡ് ആയിട്ട്. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്തിലെ അത് അതായത് നമ്മൾ എക്സാമിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്ന മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതെ, ഞങ്ങള് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഞങ്ങള് റിയൽ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഫുൾ സിനാരിയോ കേസ് സ്റ്റഡി ആയിട്ടാണ് നമുക്ക് എക്സാംസ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെ ഇങ്ങനെ ആയിരിക്കും, പക്ഷെ നമുക്കത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അത് വൺസ് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്തിലെ, അതായത് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും പ്രസന്റേഷൻ ആണെങ്കിലും എങ്ങനെ പ്രസന്റ് ചെയ്യേണ്ടതാണെങ്കിലും പിന്നെ അത് അനലൈസ് ആണെങ്കിലും എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, അപ്പം അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങളിപ്പം വർക്കിന് കയറിയാല് എത്രത്തോളം, പിന്നെ ബേസിക്സും അതെ, ഇത് ബേസിക്സ് അല്ലേ, അങ്ങനെ അവോയ്ഡ് ചെയ്ത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ വീണ്ടും ആവശ്യമില്ല, പഠിക്കുന്നത് സെയിം ആണ് ഞങ്ങള് വർക്കിലും കൊണ്ടുപോകുന്നത്. ആവശ്യമില്ല, എന്താണ് ഞങ്ങൾ പഠിക്കുന്നത് അത് സെയിം ആണ് ഞങ്ങൾക്ക് വർക്കിലേക്കും ഇന്റർവ്യൂലേക്കും എല്ലാം വരുന്നത്. ഈ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഇന്റർവ്യൂവിൽ ഇപ്പോൾ പറയുന്നതാണെങ്കിൽ ഒരാൾക്ക് കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ പറ്റുന്നില്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യില്ല. അതാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. എങ്ങനെ ഒരു ചില സമയത്ത് ഞങ്ങൾ ഭയങ്കര പ്രിപ്പയർ ആയിട്ട് പോകും, പക്ഷെ അവർ ചോദിക്കുന്നത് ബേസിക്, അതായത് ജനറൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും. അത് ഞങ്ങൾ പ്രിപ്പയർ ആയില്ല, നമുക്ക് അറിയില്ല. ഞാനൊരു ഡൗട്ട് വെച്ചിട്ട്, ഞാനൊക്കെ പണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയും. ഈ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഹായ് മൈ സെൽഫ് ഷഹനാസ് മുജീബ്, അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് മെത്തേഡിൽ തന്നെ പോവാൻ പാടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ അഡീഷണലി കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഞങ്ങൾ ഇൻട്രൊഡക്ഷൻസ് ഞങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇൻട്രൊഡക്ഷൻസ് ഞങ്ങൾ നല്ലപോലെ പഠിച്ചിട്ട് തന്നെ പോകണം. അത് എന്തായാലും ചോദിക്കുന്ന എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണല്ലോ, നമുക്ക് മുന്നേ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത് മുന്നേ പഠിച്ച് ഡ്രാഫ്റ്റ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. അപ്പൊ എന്റെ ഇന്റർവ്യൂ എങ്ങനെയായിട്ട് പറഞ്ഞു, ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷന് ഭയങ്കര നല്ല ഡ്രാഫ്റ്റ് ചെയ്ത് നല്ലപോലെ പഠിച്ചു പോയി. ഇത് ചോദിച്ചാൽ എങ്ങനെയും ചോദിച്ചാലും പറയാൻ പറ്റും. പഠിക്കണം എന്നാണ് പറയുന്നത്. അതായത് ബൈഹാർട്ട് ആക്കിയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാല് അവർക്ക് അറിയാൻ പാടില്ല ഞാൻ അത് ബൈഹാർട്ടാക്കി പഠിച്ചതാണ്. പക്ഷെ ആ ഒരു ഞാൻ എന്റെ ഓൺ വേർഡ്സിൽ പറയുന്ന പോലെ ആയിരിക്കും ഞങ്ങൾ ഇന്റർവ്യൂവിൽ പറയേണ്ടത്. പക്ഷെ ഞങ്ങൾ പഠിച്ചിട്ട് പോകണം. അതില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ ഒരു നെർവസിൽ ആ ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് പ്രിപ്പയർ ആയിട്ട് പോകണം എന്ന് പറയണേ. അപ്പൊ ഞാനത് നല്ലപോലെ പഠിച്ചിട്ട് പോയി. എന്നിട്ട് എന്തായി പറഞ്ഞാല് അവരെന്റെ അടുത്ത് ചോദിച്ചില്ല ഇൻട്രൊഡക്ഷൻ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആയിരിക്കുമല്ലോ ചോദിക്കുന്നത് ആദ്യത്തെ, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതല്ല എന്റെ അടുത്ത് ചോദിച്ചത്, എന്താണ് ഐഷത്ത് പ്രീവിയസ്ലി വർക്ക് ചെയ്തത്. അത് അവർ നോക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഞങ്ങള്. അപ്പൊ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് മാറിയതല്ലേ, അപ്പൊ ഞങ്ങൾ നെർവസ്, ചില സമയത്ത് ഞങ്ങൾ നെർവസ് ആവും. അതെന്ത് ഇത് ചോദിക്കാത്ത, നമ്മൾ ഇതാണല്ലോ എക്സ്പെക്ട് ചെയ്തത്. നമ്മളിത് എന്താ പറയുക, നമ്മൾ മൈൻഡ് കാൽക്കുലേഷനിൽ പോകരുത് എന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യും. അതെ, അപ്പം അങ്ങനെ ജനറൽ ആയിട്ട് അവര് എന്തൊക്കെയോ ഇങ്ങനെ ചോദിക്കും. നമ്മളെ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാ നോക്കുന്നത്, ഞങ്ങൾ എങ്ങനെയാ അത് പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെ ഫിയർ ആയിട്ടാണോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടാണോ, അതും നോക്കും അവര്. വേ ഓഫ് പ്രസന്റേഷൻസ് ഒക്കെ നോക്കും. അപ്പോ അങ്ങനെയാണ് അതൊക്കെ എനിക്ക് സ്മൂത്ത് ആയിട്ട് നേരെ ഉണ്ടായി. കമ്മ്യൂണിക്കേഷൻ ചെറുപ്പത്തിലെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അതിന് ഇമ്പോർട്ടൻസ് അത് കമ്മ്യൂണിക്കേഷൻസ്
എന്തായാലും വേണ്ടതാണ്. ഇപ്പൊ നമ്മൾ വർക്കിന് കയറി കഴിഞ്ഞെങ്കിൽ അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പം EYയിൽ തന്നെയാണോ കരിയർ കാണുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗോൾസ് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ചോദിച്ചാല് ഇപ്പൊ കറന്റ് EY മുന്നിലുള്ളത്. ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതാണ് എന്റെ ഗോൾ, ഇവിടെ എനിക്ക് കിട്ടി. കറന്റ് ഇപ്പൊ EY ആണ് കുറച്ചു കാലം വർക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അവിടുത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നല്ല അവിടുന്ന് കുറച്ച് പഠിച്ചിറങ്ങണമെന്നാണ് എനിക്ക് ആഗ്രഹം EYന്ന്. ഓക്കെ. ഇപ്പം ഇപ്പം എന്താ പറയാ, ലാൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുബായിൽ വർക്കിന് കയറിയിട്ടുണ്ടായി. അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്യണം എന്ന് തോന്നാനുള്ള കാരണം ഒന്നുമില്ല. ഞാൻ ഓഡിറ്റ് ചെയ്ത് AFM ചെയ്ത്. അപ്പൊ ഓഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓഡിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേപ്പറാണ്. അപ്പം ഇത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യണം, ആ ഒരു ഇത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഓഡിറ്റ് ഒരു ഹെക്ടിക് ആണ്, കുറെ വർക്ക് ലോഡ്സും അങ്ങനെയൊക്കെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. ഇത് എങ്ങനെയായിരിക്കും പ്രാക്ടിക്കലി ഞങ്ങള്, അതായത് ടെസ്റ്റിംഗ് ചെയ്യാ, ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഡോക്യുമെന്റ്സ് എല്ലാം വാങ്ങി ഫുൾ ടെസ്റ്റ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ടൊക്കെ ആക്കുന്നത്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോ ഞങ്ങൾക്ക് അതായത് ഓഡിറ്റില് നമ്മ പഠിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, സിനാരിയോ ആയിട്ട്. അപ്പോ ഞങ്ങള് ഇത് വർക്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യൂ, അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാന് വർക്ക് ചെയ്യാ. അവിടെ ചെന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊക്കെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെക്ടേഷന്, അതായത് ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് പോയത്. പക്ഷെ വർക്കിന് കയറിയപ്പോ ഇത്രയും വേറെ തന്നെയായിരുന്നു. പക്ഷെ പഠിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഓഡിറ്റിൽ പഠിക്കുന്ന എല്ലാ ടെസ്റ്റിങ്ങും പഠിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടി വൈഡ് ആയിട്ടാണെന്ന് മാത്രം. കുറെ പ്രാക്ടിക്കലി ആണല്ലോ. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സീറ്റൊക്കെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വിചാരിച്ച പോലെയല്ല, നല്ലപോലെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മന്ത് എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയാണ് ഇപ്പൊ നമ്മളുണ്ടാവുമല്ലോ, ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെ ചെയ്തേ? പറഞ്ഞേ. അതായത് ഞങ്ങൾക്ക് അവിടുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് അവര് സീനിയേഴ്സ് അസിസ്റ്റ് ചെയ്യും എങ്ങനെയാണ്. അപ്പം ദുബായിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട്, നാട്ടില് പോലെയല്ല ട്രെയിൻ ഇങ്ങനെ ഓരോ സെഷൻ ആയിട്ടല്ല, അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ തരും. അപ്പൊ ആദ്യം തന്നെ എനിക്ക് തന്നിട്ടില്ല, ഡിസൈൻ ചെയ്ത് തരും, ഇത് നീ ചെയ്യേണ്ട വർക്കാണ്, അല്ലെങ്കിൽ ഇത് താങ്കൾ ചെയ്യേണ്ട വർക്കാണെന്നാണ് ഡിസൈൻ ചെയ്തത്. അതായത് ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ചെയ്തു പോകും. ഇങ്ങനെ ഒരു ക്ലയന്റ് ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തു പോകും. പിന്നെ ഒരു സെറ്റ് ആയി കഴിഞ്ഞാൽ അവര് പിന്നെ കുറെ കാലം നമുക്ക് എങ്ങനെ തരില്ല, ഇത് ഒറ്റക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ക്ലയന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ക്ലയന്റ് തരുന്ന സമയത്ത് ഫുള്ളായിട്ട് ഞങ്ങൾ നോക്കണ്ടേ. ആ സമയത്ത് കുറച്ചിങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾ എന്താണ്? സ്റ്റുഡന്റിൽ നിന്ന് പെട്ടെന്നൊരു കോർപ്പറേറ്റ് കൾച്ചറിലോട്ടേക്ക് മാറിയത്. അപ്പം അവിടുന്ന് എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്തു പോയത്? നമ്മുടെ എക്സ്പെക്ടേഷൻസ് അല്ലല്ലോ. നല്ല സ്ട്രഗിൾ. അതായത് ഒട്ടും ഈസി ആയിരിക്കില്ല. നമ്മളിപ്പോ കോർപ്പറേറ്റ് വേൾഡ് എന്തായാലും ഭയങ്കര, ഈ ഓഡിറ്റിലൊക്കെ വന്നാല് അത് കുറച്ചും കൂടി ഞങ്ങള് എക്സ്പെക്ട് ചെയ്യണം, എന്തായാലും എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത്രയും ഹെക്ടിക് ആയിരിക്കും, ഇത്രയും വർക്ക് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അത് വൺസ് കയറി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാണ് റിയൽ വർക്കും എല്ലാം അറിയുന്നത് ഞങ്ങൾക്ക്. അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും എന്തായാലും. ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നതെന്ന്. അതിന് ശരിക്കും മറികടന്നത് അത് ചെയ്ത് പിന്നെ ഈസി ആയിട്ടുണ്ടായിരുന്നോ പിന്നീട് അങ്ങോട്ടേക്ക്? ഞാൻ 15 months ഉണ്ടായിട്ടുള്ളൂ. അപ്പം ലാസ്റ്റ് ഒരു അതായത്
കുറച്ച് മാസം ഞാൻ ഓഡിറ്റിലുണ്ടായി. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ട് സാർ തന്നെ കുറച്ചെല്ലാം അസിസ്റ്റ് ചെയ്യും എന്നെ, സീനിയേഴ്സും അസിസ്റ്റ് ചെയ്യും. അങ്ങനെ പോയി, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതെ അതെ ആദ്യത്തെയിലും പിന്നെ കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ചേഞ്ചസ് നല്ല വന്നിട്ടുണ്ട്. ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടുണ്ടായി. ഓക്കെ. ഇപ്പോ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പം ഈ ലാൻസിലാണെങ്കിലും കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ഫോർ അവരുടെ ഡ്രീം ആയിരിക്കും. അതെ. അപ്പം EYയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരാളെന്ന നിലക്ക് അവരോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഞങ്ങള് അതായത് ബിഗ് ഫോഴ്സിൽ, ബിഗ് ടെൻസിൽ അല്ലെങ്കിൽ ബിഗ് ഫോഴ്സിൽ കയറണം എന്നൊരു ഇതിൽ തന്നെ ആയിരിക്കണം ഞങ്ങൾ ഉണ്ടാവേണ്ടത്. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ എന്തായാലും എടുക്കുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതായത് ബേസിക്സ് എല്ലാം അങ്ങനെ പഠിച്ചു പോയി. പിന്നെ ട്രെയിനിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂവിന് സെറ്റ് ആവുന്ന പോലെ. ആക്ച്വലി ഇപ്പോ പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നതാണ്, ഇപ്പോ സ്റ്റുഡൻസിന് അറിയില്ല, ഇപ്പൊ ഇലാൻസിൽ കുറെ ഫീച്ചേഴ്സ് കൊടുക്കാറുണ്ട് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ. ചില കുട്ടികൾ അത് അറ്റൻഡ് ചെയ്യും, ചില കുട്ടികൾ അത് അറ്റൻഡ് ചെയ്യാറില്ല. അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? അത് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ഒന്നാമത് കുറച്ച് ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരിക്കുമല്ലോ അത്. അപ്പം അത് എടുക്കുന്നത് നല്ലതായിരിക്കും. അറ്റൻഡ് ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് സെഷൻ ആയതുകൊണ്ട് പിന്നെ കോൺഫിഡൻസ് കിട്ടാനും കുറെ അറിവുമല്ലോ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പം അത് കിട്ടുന്നോണ്ട് നമുക്ക് ഇന്റർവ്യൂ എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടാകുന്നു. ഫസ്റ്റ് ടൈം ഒരു സ്റ്റുഡന്റ് ഇപ്പം പഠിച്ചു കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് എങ്ങനെയാണ് ഇന്റർവ്യൂ ഉണ്ടാകുന്നത്, എന്താണ് ചോദിക്കുന്നത്, എത്ര സെഷൻസ് ഉണ്ടാവും. ഇപ്പം അഥവാ 1 റൗണ്ട് ആണെങ്കിലും അത് നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. എനിക്ക് 1 റൗണ്ട് ആയിരുന്നു, ടെക്നിക്കൽ റൗണ്ടേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ അത് 1 റൗണ്ട് ഉണ്ടെങ്കിലും പോലും അതെങ്ങനെയാണ് ഞങ്ങൾ അത് ക്രാക്ക് ആക്കിയിട്ട് പോകണമല്ലോ. അപ്പം അത് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അതൊക്കെ കിട്ടുന്നത് ഒരു എഫക്റ്റീവാണ്. ഒരു സെഷൻസ് എടുക്കാത്ത ഒരു സ്റ്റുഡന്റും പിന്നെ സെഷൻസ് എടുത്ത ഒരു സ്റ്റുഡന്റും ഡിഫറെന്റ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഇപ്പോ ഇലാൻസിൽ പഠിച്ചുകൊണ്ട് ഓൺലൈൻ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? ആക്ച്വലി എങ്ങനെ ഉണ്ടായിരുന്നു ഓൺലൈൻ ആയതുകൊണ്ട് എനിക്കൊരു ഓൺലൈൻ ഫീൽ, അതായത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു ക്ലാസ് ആണെങ്കിലും ടൈമിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് ഓൺലൈൻ അല്ലേ, അതുകൊണ്ട് എങ്ങനെ പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു ഫീലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നോ? ഇല്ല, നേരെ നല്ല ഓഫ്ലൈൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ എനിക്ക് ഓൺലൈൻ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് പേപ്പർ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നത്? അത് ഞാൻ വർക്ക് കഴിഞ്ഞ്, അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രൈ ചെയ്തു പഠിക്കാൻ വേണ്ടിട്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ ഞാൻ റിസൈൻ ചെയ്ത് വന്നിട്ട് ഞാൻ ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് അഫിലിയേറ്റ് ആയി, ഇപ്പൊ ജോബും കിട്ടി. ഇപ്പം EYയിൽ പ്ലേസ്ഡ് ആയി. അങ്ങനെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യും. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ലൈക്ക് നമ്മൾ 13 പേപ്പേഴ്സ് കഴിഞ്ഞിട്ട് ജോബിന് കയറുന്നതാണ് നല്ലത്, അതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടെ ഗെയിൻ ചെയ്യുന്നതാണ് നല്ലത്? എൻ്റെ ഒരു ഒപ്പീനിയനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലതാണ്, പക്ഷെ ഞങ്ങൾ രണ്ടും ബാലൻസ് ചെയ്യാൻ പഠിക്കണം. സ്റ്റഡീസും വർക്കും ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഹെക്റ്റിക് ഉണ്ടാവും, പക്ഷെ അത് ബാലൻസ് ചെയ്യണം. അതായത് ഞങ്ങൾക്ക് സ്റ്റഡീസും പഠിച്ചു തീർക്കണം, പിന്നെ വർക്കും ഉണ്ടാവുമല്ലോ. നല്ലത് തന്നെയാണ്. എന്താ പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റൊക്കെ ഭയങ്കര ഡിമാൻഡായിട്ട് പോകുന്നുണ്ട്, ഭയങ്കര ഗ്രോത്ത് ആണ്. അപ്പം ഞങ്ങളും ആ ഒരു ഇതില് മാർക്കറ്റിന്റെ ഇതിലേക്ക് ഇങ്ങനെ, അതായത് ജോബ് മാറണം. അപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ ഇത്, പിന്നെ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് 3 ഇയേഴ്സ് 3 വർഷം മെമ്പർഷിപ്പും എടുക്കണം. അപ്പം പഠിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു പഠിച്ചതും മെമ്പർഷിപ്പും ഒന്നിച്ചിട്ട് കഴിയും. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്റ്റഡീസ് അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഐ മീൻ എക്സാമിനൊക്കെ അത് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്ന സമയത്ത് എക്സാം എളുപ്പമായിരിക്കും. അതെ, സിനാരിയോസ് നമുക്ക് അതായത് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് ഇതാക്കി കഴിഞ്ഞ. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ EYയിൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞ സമയത്ത് ഫാക്കൽറ്റീസിനെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു?
ഞാൻ ഫാസിൽ സാറിനെ കോണ്ടാക്ട് ചെയ്തു. പ്ലേസ്ഡ് ആയി സാർ മെസ്സേജ് ചെയ്തു. പിന്നെ ഞാൻ അലൻ സാറിനും ഹബീബ് സാറിനും കോണ്ടാക്ട് ചെയ്യാൻ എനിക്കും ജോയിൻ ചെയ്യുന്നതല്ലേ, അപ്പം അതിന് കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കണം. ഓക്കെ. ഇപ്പൊ ലഡു എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? എന്നിട്ട് എനിക്ക് തരെ തന്നിട്ടില്ല. ഏത് എന്നിട്ട് എനിക്ക് തന്നിട്ടില്ല. ഷഹബയുടെ ജേർണിയിൽ പാരന്റ്സ് എത്രത്തോളം പാർട്ടായിരുന്നു? എന്റെ പാരന്റ്സ്, അതായത് ഇപ്പം ഞാൻ പഠിക്കുന്ന സമയം മുതൽ ഈ ഒരു പ്ലേസ്ഡ് ആയ വരെ ത്രൂ ഔട്ട് ദ ജേർണി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പേരൻസ് മാത്രല്ല, എൻ്റെ വീട്ടിലെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ഗ്രാൻഡ് മദർ ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വല്യമ്മക്ക് എന്താ പറഞ്ഞേ? വലിയമ്മ മാമ എപ്പോഴും ചോദിക്കും എന്താണ് ജോബ് എന്തായി, ജോബ് എന്തായി, ജോബ് എന്തായി എപ്പോഴും ചോദിക്കും. എനിക്കും ഉണ്ടായിരുന്ന ഒരു വല്യപ്പ ഇങ്ങനെ ചോദിക്കായിരുന്നു, എന്താ ജോബ്, എന്താ ജോബ്. അപ്പൊ മാമ എപ്പോഴും ഇങ്ങനെ ചോദിക്കും എന്തായി നോക്കുന്നുണ്ട്. അപ്പം ഇപ്പം മാമ മരിച്ചു. അപ്പൊ മരിക്കുന്ന കുറച്ച് മുമ്പാണ് എനിക്ക് ഈ വയലിൽ പ്ലേസ്മെന്റ് കിട്ടുന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതായത് മാമന്റെ ആഗ്രഹവും അതായിരുന്നു, നല്ലൊരു സ്ഥലത്ത് ജോബ് കിട്ടണം. മാമ ചോദിച്ചു എവിടെ നല്ല സ്ഥലത്താണോ കിട്ടിയത് എനിക്ക് ചോദിച്ചു. അപ്പൊ ഞാൻ നല്ല നല്ല കമ്പനിയിൽ തന്നെ കിട്ടി. അങ്ങനെ അപ്പം അത് ഭയങ്കര ഹാപ്പി മൊമെന്റ്. മാമ വിചാരിക്കും ചോദിക്കുന്ന കാര്യമെല്ലാം കിട്ടിയില്ല, മാമ ആഗ്രഹിച്ച പോലെ അത് നടന്ന്. പിന്നെ പേരൻസ് ആഗ്രഹിക്കുന്നതും അതിപ്പോ പ്ലേസ്ഡ് ആയി കഴിഞ്ഞു. അപ്പൊ ത്രൂ ഔട്ട് ദ ജേർണി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ്. എടുക്കുന്ന സമയത്ത് ഇവര് സപ്പോർട്ടീവ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ്. പ്ലസ് ടു കഴിഞ്ഞ് വന്നതാണോ അതോ ബികോമോ അല്ലെങ്കിൽ ഡിഗ്രി എന്തെങ്കിലും ഗ്രാജുവേറ്റഡ് ആയിട്ടോ? പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഡയറക്റ്റ് ACCA തന്നെ പോവാൻ നിന്നു. പിന്നെ ഇങ്ങനെ കേട്ടു, അതായത് BA ഹോണേഴ്സ് ഇങ്ങനെ കേട്ടപ്പം അതിലേക്ക് ഇങ്ങനെ പോയി ഞാൻ. അങ്ങനെ അതിലേക്ക് പോയതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ACCA തന്നെ എടുക്കാൻ നിന്നതാണ് ഞാൻ. വല്യമ്മക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട്? മാമക്ക് അങ്ങോട്ടേക്ക് കൊടുക്കലുണ്ട്, മാമ ഇങ്ങോട്ടേക്കും തരും. അപ്പം കംപ്ലീറ്റ്ലി ഒരു ഹാപ്പി സിസ്റ്റേഴ്സ് ആണെങ്കിലും ഭയങ്കര, അതായത് ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഇപ്പം വീട്ടിലിപ്പോ എല്ലാവർക്കും അറിയാം, ഹബീബ് സാറിനെ അറിയാം, ഇലാൻസിനെ എല്ലാവർക്കും ഭയങ്കര ഇതാണ്. ഹബീബ് സാറും അലൻ സാറും. പിന്നെ ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂലെല്ലാം ഇപ്പം സപ്പോർട്ട് ചെയ്ത് സിസ്റ്റേഴ്സ് എല്ലാം ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ റിഹേഴ്സലൊക്കെ കുറെ ടൈം ഇങ്ങനെ നടത്തി ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഫൈനലി EYയിൽ പ്ലേസ്ഡ് ആയി. ഓക്കെ, ഇനി അതിലേക്ക് വേണ്ടി എന്തെങ്കിലും ഫൈനൽ പ്രിപ്പറേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു? ഫൈനൽ പ്രിപ്പറേഷൻസ് ഇപ്പം അവിടെ പോവാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എല്ലാം സെറ്റായി. വീട്ടിലെല്ലാരും പിന്നെ കുടുംബക്കാരെല്ലാരും അറിഞ്ഞിട്ടുണ്ടോ? എല്ലാരും അറിഞ്ഞു. ഉമ്മ വരുന്ന എല്ലാവരടുത്തും പറയും EYയിൽ പ്ലേസ്ഡ് ആയി. ഉപ്പ എല്ലാവർക്കും അറിയും, എല്ലാവരടുത്തും പറഞ്ഞ് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവരും സന്തോഷാണ്, EYയിലാണല്ലോ പ്ലേസ്ഡ് ആയത്, നല്ലൊരു ഹാപ്പിയാണ് എല്ലാവർക്കും. എല്ലാം കഴിഞ്ഞു, ഇനി ബാഗ് എടുക്കാൻ പോവാ. ഓക്കെ, ഇനി ഇപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ഇയാളുടെ ACCA ജേർണിയിൽ ഇലാൻസ് എത്രത്തോളം പാർട്ട് ആയിട്ടുണ്ടായിരുന്നു? ഇലാൻസിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പം ഇലാൻസിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ മുതല് എനിക്ക് ഞാൻ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് അഫിലിയേറ്റ് ആയി. അത് കഴിഞ്ഞിപ്പോ ഞാൻ EYയിൽ തന്നെ പ്ലേസ്ഡ് ആയി. അപ്പം അറിയാലോ ഞങ്ങൾക്ക് എത്രത്തോളം ഇലാൻസ് എഫക്റ്റീവ് ആയിരുന്നു. എനിക്കും ഇലാൻസ് എത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിനെ, പ്ലേസ്ഡ് ആയി അഫിലിയേറ്റ് ആയി കഴിഞ്ഞിട്ടും എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അതിൽ തന്നെ അറിയാലോ, മനസ്സിലാവാം. അങ്ങനെ അപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയാ, എല്ലാ രീതിയിലും എനിക്കൊരു സപ്പോർട്ടീവ് സൈഡിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ട്രെയിനിങ്സും തന്നിട്ടുണ്ട്. ഇപ്പം പുറത്ത് ട്രെയിനിങ്സ് അല്ലാണ്ട് ഇപ്പം ഇലാൻസ് ഞങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ട്രെയിനിങ് കിട്ടുന്നത്. ഇവിടുന്ന് പിന്നെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ആരെയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു? അതായത് ട്രെയിനിങ് ടൈമില് നിഖിൽ സർ, അതായത് ഭയങ്കര കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഇതാക്കിയത് നിഖിൽ സർ. കുറച്ചും കൂടി ഫ്രീ തോന്നിയത് മറ്റേ ജോർജ് സർ ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അപ്പം വിചാരിച്ചതുപോലെ പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ EYയിൽ പ്ലേസ്ഡ് ആവണം അല്ലെങ്കിൽ ബിഗ് ഫോറിൽ പ്ലേസ്ഡ് ആവണം എന്ന് ആഗ്രഹിച്ചു. ആൻഡ് അത് സക്സസ്ഫുൾ ആയി, അത് നേടിയെടുത്തു, പാരന്റ്സിന്റെ മുന്നിൽ പ്രൗഡായി. ഈ ഒരു ജേർണി ഇനി
മുന്നോട്ടേക്കും അതുപോലെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ഇൻഷാല്ലാ. ഹൃദയത്തിൽ നിന്ന് ആശംസിച്ചോളൂ. Thank you. And thank you so much for your time. താങ്ക് യു ഫോർ ദ ഇലാൻസ് സപ്പോർട്ട്. ആൻഡ് ഇനിയും ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത്, അതായത് ആഫ്റ്റർ പ്ലേസ്ഡ് ഇലാൻസിന്റെ സപ്പോർട്ടും ഇനിയും കിട്ടട്ടെ. ഇനിയും ഉണ്ടായി. ഇനിയും ഉണ്ടാവും ഞാൻ Okay. ഇനിയും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇതുവരെ ഉണ്ടായ പോലെ. ഈ 19 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുള്ളതിൽ EY കിട്ടിയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. അതിലൊരു ഒരാളും കൂടെയാണ്. ഒരുപാട് ആൾക്കാർ ആക്ച്വലി പ്ലേസ്മെന്റ് ഡ്രൈവില് പിന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 19 സ്റ്റുഡൻസിൽ ഒരാൾക്ക് കിട്ടിയെന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അപ്പൊ എപ്പോഴും വിഷ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു. സോ ഇത് ഇനി ഇവിടെ വെച്ച് തീരുന്നില്ല. നമ്മളിപ്പോൾ ഷെഹ്മയുടെ സ്റ്റോറി കേട്ടു, അതുപോലെ തന്നെ EY പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിന്റെ സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നതായിരിക്കും. അവരെങ്ങനെയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്തത്, ആൻഡ് അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇനി ത്രൂ ഔട്ട് വീഡിയോസിൽ കാണും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് വരും വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം.